ഒരു ശില്പി ഉണ്ടായിരുന്നു. ആ ശില്പി ഉണ്ടാക്കുന്ന ശില്പത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നന്നെ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ശില്പിയാക്കി, ശില്പമാക്കി മാറ്റും. അങ്ങനെ വർഷങ്ങളെ കൊണ്ട് വളരെ മനോഹരമായുള്ള ഒരു ശില്പം ഉണ്ടാക്കി. ജീവിതം പിന്നെയും മുന്നോട്ട് പോവുകയാണ്. ശില്പം അങ്ങോട്ട് പറയുന്നതൊക്കെ കേൾക്കും, ഇങ്ങോട്ട് മറുപടിയൊന്നും പറയുന്നില്ല. പക്ഷെ മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ്. ശില്പം ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇയാളുടെ ഓരോരോ കാര്യങ്ങൾ കണ്ടിട്ട്. അങ്ങനെ ഇയാൾ ലോകത്ത് പണമുണ്ടാക്കുക, കീർത്തിമാനാവുക, ഇതിനൊക്കെ വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്ക് പ്രമാണിയാവണം. ഈ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? പ്രമാണിയാവാനാണ്. നമ്മൾ എപ്പോഴും പറയും, എനിക്കിങ്ങനെ പ്രശംസയൊന്നും ഇഷ്ടമല്ല, ആരും എന്നെ പ്രശംസിക്കണ്ട, എനിക്കിഷ്ടം വിമർശിക്കുന്നവരെയാ. ഈയിടെ ഒരാൾ പറയാ, പ്രശംസ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ പറയാ, എനിക്കിഷ്ടം വിമർശിക്കുന്നവരെയാ, അവരാണ് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒക്കെ വെറുതെ. ഒട്ടും പ്രശംസ ആഗ്രഹിക്കാത്ത ആള് എന്ന പ്രശംസ നമുക്ക് വേണം. അതും ഇതിന്റെ ഒരു ഭാഗമാണ്. ഒരു പദമുണ്ട്, പ്രശസ്തി പരാമുഖൻ. പ്രശസ്തിയോട് മുഖം തിരിച്ചിരിക്കുന്ന ആള്. നല്ല ഷർട്ട് ധരിക്കില്ല, നല്ല രീതിയിൽ നടക്കില്ല, നല്ല ആഹാരം കഴിക്കില്ല, ജീവിതത്തിൽ ഒരിക്കലും ഉയർന്ന സ്ഥാനത്ത് എത്തിയിട്ടില്ല, എത്തണമെന്ന് ആഗ്രഹമില്ല, പ്രശസ്തി പരാമുഖനാണ്. ആരെങ്കിലുമൊക്കെ ഒരാള് അയാളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി, അയ്യോ എനിക്ക് പ്രശസ്തി പാടില്ല, ഫോട്ടോയിൽ പോണ്ട, അതില്ല. അതും ഒരു പ്രശസ്തിക്ക് വേണ്ടിയാണ്. പ്രശസ്തി പരാമുഖൻ എന്ന പേരെടുക്കാനാണ് ഈ ചെയ്യുന്നതൊക്കെ. വേറെ ഉള്ളവർക്ക് വലിയ ബംഗ്ലാവാവണം. ഇപ്പുള്ള ഒരു ബംഗ്ലാവ് താമസിക്കുന്നു. ഒരു വ്യക്തി അസുഖമായിട്ട് കിടക്കുകയാണ്. 3 കൊല്ലം കടന്നു. എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ബന്ധുക്കളോട് പറഞ്ഞു. എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ ചില വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെ കുറച്ചൊന്ന് രോഗം കുറയുമ്പോഴേക്കും ഇവരെന്ത് ചെയ്യണോ അറിയോ? വീട് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം, മുകളിൽ 2 മുറിയും കൂടി പണിയുക പുതുതായിട്ട്. ഇതെങ്ങനെ പൊരുത്തപ്പെടുക? മുകളിൽ 2 റൂം കൂടി പണിയാണ്. എന്തിനാണ്? ജീവിതത്തിന്, സുഖത്തിന്. മരിച്ചു, വീട്ടിലാ ഒറ്റപ്പെട്ടു, ഇത്ര വലിയ വീട് ഇപ്പം ആർക്കും വേണ്ട. വലിയ ബംഗ്ലാവ് വെച്ചവരൊക്കെ ആ ബംഗ്ലാവിന് ആവശ്യക്കാരില്ല. ഭൂമിക്കേ വിലയുള്ളൂ, കെട്ടിടം പൊളിക്കാനുള്ള കാശ് കൂടി കാണാനല്ലോ എന്നാണ് ബാക്കിയുള്ളവർ കാണുന്നത്. ഒടുവിൽ ഇതൊക്കെ കാണിക്കുന്നത് പ്രമാണിയാവാനാണ്. അല്ല എന്നുള്ളത് ഒരാളും പറയണ്ട, നിഷേധിക്കണ്ട. എനിക്ക് പ്രമാണിയാവണം. അതിനെന്ത് വേണം? എൻ്റെ പേരവിടെ എഴുതി വെക്കണം, എൻ്റെ മക്കള് വലിയ രീതിയിലെത്തണം, മകൻ എന്നോടത്തിൽ വലിയ സ്ഥാനത്താന്ന് എനിക്ക് പറയണം. ഇങ്ങനെ അയാൾ ജീവിച്ചു പോന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇയാളൊരു ശില്പം ഉണ്ടാക്കിയ കാര്യം പറഞ്ഞല്ലോ. നല്ല ശില്പം. ആ ശില്പത്തിന്റെ അടുത്ത്
2 പെഗ് അടിച്ച സമയമാണ്. ഇത്രയും കാലമായിട്ട് നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. തന്റെ ശില്പം കണ്ടിട്ട് ജീവൻ ഉണ്ടെന്നാണ് പലരും എന്നോട് പറയുന്നത്. നിനക്കറിയോ ഞാൻ എത്ര പ്രമാണിയാണ്? നീ മനസ്സിലാക്കിയോ? ഇപ്പൊ എന്നോടത്തിൽ വലിയൊരു എസ്റ്റേറ്റ് ഉണ്ട്, അത് ഞാൻ വാങ്ങിയ വരെ നീ അറിഞ്ഞോ? അതും ഇപ്പൊ എന്റെ. തിരിച്ചുകൊണ്ട് ശില്പി ഒരു മറുപടി പറഞ്ഞു. ആ ശില്പം പറഞ്ഞ മറുപടി നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ഗുണപാഠം ഉണ്ടാക്കുക. എൻ്റെ ജീവിതത്തിനും അത് ബാധകമാണ് എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ശില്പം ചോദിച്ചു, നമ്മളിൽ പാരാ വലുത്, ശില്പിയോ ശില്പമോ? അപ്പൊ ഇയാൾ പറഞ്ഞു, വലുത് ഞാൻ തന്നെയാണ്, ഞാനാണല്ലോ നിന്നെ സൃഷ്ടിച്ചത്. നിന്നെ സൃഷ്ടിച്ച ആരാ? ഞാൻ. അപ്പൊ ഞാനല്ലേ വലുത്? ശില്പം പറഞ്ഞു, ആണ്. എന്നേക്കാ വലുത് അങ്ങാണ്. അത് അങ്ങേക്ക് അറിഞ്ഞൂടാ. ഈ ലോകം നാം ഉണ്ടാക്കിയ ശില്പമല്ലേ? പിന്നെ എന്തിനാ ഈ ലോകത്ത് ഇങ്ങനെ പ്രമാണിയാവണ വള്ളുവരുടെ മുമ്പില്? നാം ഉണ്ടാക്കിയ ഒരു ശില്പമല്ലേ ഈ ലോകം. ഞാൻ ഒരിടത്ത് താമസിക്കുന്നു, ആ താമസിക്കുന്ന ചുറ്റും ആളുകളും, അവരൊക്കെ ഞാനില്ലെങ്കിൽ അവരുണ്ടോ? എന്റെ കണ്ണുകൾ അടഞ്ഞു പോയാൽ അവരുണ്ടോ? ഞാൻ ഉണ്ടാക്കിയ ഒരു ശില്പിയല്ലേ ഈ ശില്പം. ഇങ്ങനെ രാജ്യം, എന്റെ ഭാഷ മലയാളം ഒക്കെ ഞാൻ നിശ്ചയിച്ച. ഇത് ഓരോന്നും നമ്മുടെ മുമ്പിലിരിക്കുന്ന 1000 പേരെ നാം സൃഷ്ടിച്ചാണ്. നമ്മൾ മരിച്ചവരുണ്ടോ? കാലശേഷം എന്തായിട്ടെന്താ? എൻ്റെ പിതാവ് ഒരു തവണ പറഞ്ഞു, അത് മരിച്ചു കഴിഞ്ഞാലത്തെ കാര്യമൊന്നും പറയണ്ട, ചത്തുപോയാൽ പിന്നെ എന്താ പറഞ്ഞ പറ്റി. ചത്തുപോയതിന് ശേഷം പിന്നെ എന്തായാലും എന്താണ് പറഞ്ഞ മാതിരി ആ വ്യക്തി ഉണ്ടാക്കുന്ന ശില്പത്തിന് തുല്യമാണ് ഈ ലോകം. ഈ മാലോകരെ നാം ഉണ്ടാക്കിയതാണ്, മാലോകരെ എന്നെ ഉണ്ടാക്കിയതല്ല. കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ കടലാസും പേപ്പറും ആരൊക്കെ ക്ഷണിക്കണം, നമ്മൾ പേരെഴുതിക്കണം. മാലോകരെയാണ് വിളിക്കണത്. ഈ മാലോകരെ ഉണ്ടാക്കിയതാരാ? അവരുടെ മുമ്പിലാണല്ലോ ഞാൻ ജീവിക്കുന്നത്, അവരെയാണല്ലോ കല്യാണത്തിന് ക്ഷണിക്കണത്, അവരാണല്ലോ അവിടെ വരണത്, അവരുടെ മുമ്പിലാണല്ലോ എനിക്ക് പ്രമാണിത്വം കാണിക്കേണ്ടത്. മാലോകരുടെ മുമ്പില്. മാലോകരെ ആരാ ഉണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കിയതല്ലേ, എന്റെ സൃഷ്ടികളല്ലേ ഇവരൊക്കെ. എന്റെ വീട് എന്റെ സൃഷ്ടിയാ. എന്തിനാ ഞാൻ അതിന് മുമ്പ് പ്രമാണിത്വം കാണിക്കണം? എന്റെ അയൽവാസിയെ പരിചയപ്പെടുന്നു, ആൾ ഇന്ന ആളാ എന്ന് പറഞ്ഞു, ശ്രീകന്ത് കൊടുത്തു. അയാൾ ആരുടെ സൃഷ്ടിയാ? എന്റെ സൃഷ്ടിയാണ്. പരിചയപ്പെടാത്ത ആള് നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. പരിചയപ്പെടാത്ത ആളുകൾ ധാരാളം ലോകത്തുണ്ട്. അവര് നമ്മുടെ സൃഷ്ടിയല്ലല്ലോ. തീവണ്ടിയിൽ ഏതോ അപരിചിതനിരിക്കണം. എന്താ അയാളെ പരിചയപ്പെട്ടു കഴിഞ്ഞു. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ അയാൾ നമ്മുടെ സൃഷ്ടിയെ. ശില്പം ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ നിങ്ങൾ ഉണ്ടാക്കിയ ശില്പത്തിന്റെ മുമ്പിൽ പ്രമാണിയാവുന്നത്? ആലോചനാമൃതമായുള്ളൊരു കാര്യമാണ്, ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കാലശേഷം ഇതൊന്നുമില്ല. ഇത് യാതൊന്നുമില്ല, സൽകീർത്തിയുമില്ല. എൻ്റെ കൂടെ പ്രസംഗിക്കാൻ വന്നിരുന്ന വളരെ വലിയ സുഹൃത്തുക്കൾ, അവരുടെ പ്രതിമ ഞാൻ അങ്ങനെ കാണുമ്പോൾ ചിന്തിക്കും, ഈ പ്രതിമ വെച്ചുകൊണ്ട് ഇപ്പൊ അവർക്ക് എന്താ കാര്യം എന്ന് ആലോചിക്കും. അവർക്ക് കാര്യമൊന്നുമില്ല. അവരിപ്പോ പ്രതിമയിൽ ഒതുങ്ങുകയല്ല അവർ ചെയ്യുന്നത്. നമ്മുടെ സങ്കല്പത്തിലാണ് ഈ ലോകം നിലനിൽക്കുന്നത്.
നമ്മുടെ സങ്കല്പമാകുമ്പോൾ അവരുടെ മുമ്പിൽ എന്തിനാണ് നമുക്ക് ഈ പ്രമാണിത്വം? ശില്പം ആ വ്യക്തിയോട് ചോദിച്ചു. ഇതുപോലുള്ള കാര്യമൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സന്തോഷവും ആനന്ദവും കിട്ടും. കിട്ടില്ലേ എന്ന് ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.